അടിപൊളി സിനിമയായിരുന്നു. ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് മൂവി തന്നെയാണ്. പക്ഷേ മമ്മൂക്കയുടെ റോള്, മമ്മൂക്ക ഡിറ്റക്റ്റീവായിട്ടാണ് വരുന്നത്. വളരെ ഫണ്ണി ആയിട്ടും വളരെ ലൈറ്റായിട്ടും ചെയ്തൊരു ക്യാരക്ടറാണ്. നമുക്ക് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കാൻ നമുക്ക് ആ ഒരു ഭയങ്കര ഒരു പേടിയോ ഒരു സീരിയസ്നെസ്സോ ഇല്ലാതെ കണ്ടിരിക്കാം. എന്നാൽ ടുവേർഡ്സ് ദ എൻഡ് നല്ല സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ളൊരു സിനിമയുമാണ്. ക്ലൈമാക്സ് ഭയങ്കര സൂപ്പറായിരുന്നു. നല്ല രസമായിട്ട് ഗൗതം സാറിൻ്റെ ഒരു ഡിറക്ഷനിൽ നല്ല രസമായിട്ട് മമ്മൂക്കയെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് മമ്മൂക്ക. അതുകൊണ്ട് ഒത്തിരി എൻജോയ് ചെയ്തു. ബിക്കോസ് ഒരു ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. എന്നാൽ അത്ര സീരിയസ് ആണ്. ടുവേർഡ്സ് ദ എൻഡ് അത്രയും സീരിയസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒത്തിരി നല്ലതായിരുന്നു. അടിപൊളി. എന്തായാലും അസലായിരുന്നു. മമ്മൂക്കയും ഗോകുലുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വളരെ ഫണ്ണിയായിട്ട് രസമായിട്ടും ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈവൻ ഗോകുലിന് ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നല്ല രസമായിരുന്നു അവർ രണ്ടുപേരുടെയും സീൻസ്. പിന്നെ എല്ലാവരും ഹീറോയിൻ പുതിയതായിട്ട് വന്ന സുഷ്മിത ഭട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സീൻസ് മമ്മൂക്കയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലൈമാക്സ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ബട്ട് സൂപ്പർ. അത് ഗൗതം സാറിൻ്റെ ഒരു ബ്രില്യൻസ് ആണെന്ന് തന്നെ പറയും സിനിമ മൊത്തം. മമ്മൂക്കയെ ഇങ്ങനെ അവതരിപ്പിക്കാനും മമ്മൂക്ക അത്ര രസമായിട്ട് ചെയ്യാനും പിന്നെ എൻഡിൽ എന്നാൽ അത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനുമാണ്. സോ നല്ലതായിരുന്നു സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും. മമ്മൂക്ക വാസ് സൂപ്പർ. ഗൗതം സാറിനും ടീമിനും കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡി ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് കുറേ ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു പടം തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ. ഒരു നല്ല വർഷം തന്നെയാണെന്ന് തോന്നുന്നു മമ്മൂട്ടിയുടെ കണ്ടിട്ട്. അതെ, ഡിഫറെൻറ്റ് ജോണർ തന്നെയാണ്. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലിങ്ങിൽ ഒരു കോമഡി കൂടെ വരുന്നൊരു ഞാൻ ആദ്യമായിട്ടാണ് മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കാണുന്നത്. സൂപ്പർ. ഐ വിൽ ഗിവ് 5 out of 5. ഗോകുലും സൂപ്പറായിരുന്നു. പഴയകാല മമ്മൂട്ടി സുരേഷ് ഗോപി കോമ്പിനേഷൻസ് പോലെ തന്നെ ഗോകുലിൻ്റെ മമ്മൂട്ടിയുടെ അതേ ഒരു കോമ്പിനേഷൻ തന്നെ നമുക്ക് തോന്നും. അത് കാണുന്നവർക്ക് അത് മനസ്സിലാവും ഫസ്റ്റ് ഹാഫിൽ തന്നെ. അത് ഷുവർ ഉറപ്പായിട്ടും. അതെ, ഫാമിലി, സ്പെഷ്യലി മെയ്ഡ് ഫോർ ഫാമിലി. നല്ല എല്ലാവർക്കും കാണാൻ പറ്റിയൊരു ജോണർ തന്നെയാണ്. സിനിമ ഒരു ഗൗതം വാസുദേവനും മമ്മൂട്ടി സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല സിനിമ. കാരണം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഒരു ഷെർലക് ഹോംസ്, ഒരു ചെറിയ ഇവരുടെ തമ്മിലുള്ള കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അതായത് ഗോകുൽ സുരേഷും മമ്മൂട്ടി തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല എൻജോയബിൾ ആയിരുന്നു. മമ്മൂട്ടിയുടെ പാർട്ടും നന്നായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും നമ്മളങ്ങനെ ഓർത്തിരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ബാക്കി കൂടിയുള്ള കാസ്റ്റിൽ നിന്നുണ്ടായില്ല എന്നാണ് സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളുകൾ ചെയ്ത ഒരു ആവറേജ് പ്രകടനം മാത്രമാണ് സിനിമയിൽ വന്നത്. പിന്നെ മൊത്തത്തിൽ കഥ ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഈ പടത്തിൻ്റെ ഒരു കഥാപറച്ചിൽ രീതി അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും നമ്മളത് ഒരു പിടിച്ചെത്തുന്ന രീതിയിൽ അത് വിജയിച്ചിട്ടില്ല സിനിമ. അപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു അനുഭവം മാത്രമാണ് സിനിമ സമ്മാനിച്ചത്. മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇതൊന്നും മമ്മൂക്കയ്ക്ക് ഒരു പെർഫോം ചെയ്യാൻ മാത്രമുള്ള അതിഗംഭീര റോളൊന്നുമല്ല. പിന്നെ സെൽഫായിട്ടുള്ള ട്രോളുകൾ, സംഭവങ്ങൾ നമ്മൾ മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്നില്ല. ആ ഒരു ലെവലിലുള്ള മമ്മൂട്ടിയുടെ ഒരു കൂളായിട്ട് സംസാരിക്കുന്ന രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു കഥാപാത്രം എന്ന രീതിയിൽ അങ്ങനെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ സെൽഫ് ട്രോളുകളും അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതായത് ഗോകുൽ സുരേഷായിട്ടുള്ള കെമിസ്ട്രിയിലുള്ള കോമഡികളൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് അനുഭവമാണ്. സൂപ്പറായിട്ടുണ്ട് മമ്മൂട്ടി. വേറെ പോലെയാണ് കണ്ടത് എല്ലാം കൊണ്ടും. ഗൗതം മേനോനും മമ്മൂട്ടിയും ഗോകുലും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോമ്പിനേഷൻ എല്ലാം അവസാനം വരെ വണ്ടർഫുൾ, കണ്ടിരിക്കാൻ പറ്റുന്നത്.